വളരെ യാന്ത്രികമായിട്ട് കടന്നു പോകുന്നു. ഓരോ ദിവസങ്ങൾ കടന്നു പോകുന്നത് നമ്മൾ അറിയാതെ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും വളരെ അത് കൃത്യമായിട്ട് ചെയ്തു പോയാൽ മാത്രമേ നമ്മളുടെ ഓരോ ദിവസത്തെ കാര്യങ്ങളും നമുക്ക് സാധിക്കത്തുള്ളൂ, അല്ലേ? കുഞ്ഞുങ്ങൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസമൊക്കെ നൽകാൻ വേണ്ടി നമ്മൾ അവരെ നല്ല നല്ല വലിയ സ്കൂളുകളിലോ അല്ലെങ്കിൽ ബോർഡിംഗ് സ്കൂളിലോ ഒക്കെ കൊണ്ടാക്കും. എന്നാൽ വളർന്നു വരുമ്പോൾ മാതാപിതാക്കൾക്കും ഒരുപക്ഷെ അവരെ നല്ല കെയർ ഹോമിലോ അല്ലെങ്കിൽ നല്ല ഫെസിലിറ്റിയൊക്കെ ഉള്ള റിട്ടയർമെൻറ്റ് ഹോമിലോ ഒക്കെ നമ്മളെ കൊണ്ടാക്കിയാലും അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മളെങ്ങനെ അവർക്ക് ചെറുപ്പത്തിൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ അവരോട് പെരുമാറുന്നത്, അതേ രീതിയാണ് അവർ കണ്ട് പഠിച്ചു വരുന്നത്. അതുകൊണ്ട് നമ്മൾ മാതാപിതാക്കളാണ് എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് മാതൃകയാകേണ്ടത്. മാതാപിതാക്കളാണ് കുഞ്ഞുങ്ങളുടെ ഫസ്റ്റ് ടീച്ചർ, അല്ലേ? മാതാവാണ്. മാതാവിനെയും പിതാവിനെയും കണ്ടാണ് ഒരു കുഞ്ഞ് വളർന്നു വരുന്നത്. അപ്പോൾ നമ്മൾ നല്ല ഇരുന്നില്ല എങ്കിൽ ആ കുഞ്ഞുങ്ങൾ പിന്നീട് ഒരിക്കലും അവർ വഴിതെറ്റിപ്പോയാൽ അവരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പരസ്പര സ്നേഹമില്ലാതെ കഴിയുന്ന പല കുടുംബങ്ങളിൽ അവരുടെ കുഞ്ഞുങ്ങൾ വിവാഹമേ വേണ്ടാന്ന് വെച്ച് നിൽക്കുന്ന പല യുവാക്കളെയും എനിക്കറിയാം. കാരണം നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാതൃകയാകുന്നില്ല എങ്കിൽ അവരുടെ ജീവിതം തന്നെ അവർ ഒരു നിരാശയിലും പോകുന്ന അവസ്ഥയിലേക്ക് തിരിയുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് മദ്യപിക്കുന്ന ഒരു പിതാവിന് തൻ്റെ മകന് മദ്യപിക്കരുതെന്ന് പറയാൻ പറ്റുമോ? നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് മാതൃകയാകുന്നോ അതുപോലെ അതാകുന്നു കുഞ്ഞുങ്ങളെ കണ്ട് പഠിക്കുന്നത്. ജീവിതത്തിൽ നമ്മൾ കഷ്ടപ്പെടുന്നത് തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്, അല്ലേ? എല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ജീവിതമൊക്കെ ഏകദേശം ഒരു പരുവമായി, അല്ലേ? ഒരു 50-60 വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് റിട്ടയർമെൻറ്റ് ടൈമാണ്. എന്നാൽ ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവരെക്കുറിച്ച് വലിയ പ്രതീക്ഷകളുണ്ട്. ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ കഷ്ടപ്പെടുന്നത്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ അധ്വാനിക്കുന്നത്. നമ്മുടെ ജീവിതം തന്നെ ഒരുപക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു ഭാവി ലഭിക്കുന്നതിന് വേണ്ടി, അവർക്ക് നല്ല വിദ്യാഭ്യാസം, നല്ല ആരോഗ്യം, നല്ല കുടുംബം, നല്ല ജോലി, ഇതൊക്കെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ കഷ്ടപ്പെടുന്നത്. പക്ഷേ ഇന്നത്തെ യുവാക്കൾ പലരും ദൈവത്തെ മറന്ന് ജീവിക്കുന്ന അനേക യുവാക്കൾ, അതുപോലെ മദ്യത്തിനും മയക്കുമരുന്നുകൾക്കും അടിമപ്പെട്ട് പല യുവാക്കളും ഇന്ന് അവരുടെ ജീവിതം സ്വയം നശിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വളരെ പ്രതീക്ഷയോടെ വളർത്തിക്കൊണ്ടുവന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവർ മാതാപിതാക്കളെ അനുസരിക്കാതെ അല്ലെങ്കിൽ അവരുടെ സ്വന്തം ഇഷ്ടത്തിന് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും വളരെയധികം ദുഃഖിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു ചേരും. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ അവരുടെ ചെറുപ്രായം മുതൽ വചനം പഠിപ്പിക്കുന്നതിന് മുൻഗണന കൊടുക്കേണ്ടതാണ്. അവരുടെ ചെറുപ്രായത്തിൽ വചനം പഠിക്കാൻ അവർക്ക് സാധിക്കുന്നു. ഒരു 10ാം ക്ലാസ് വരെ അവർക്ക് ഈ ബൈബിൾ പഠിക്കാനുള്ള അവസരമേ ലഭിക്കത്തുള്ളൂ. അത് കഴിഞ്ഞ് അവർ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 10, 11, 12 ക്ലാസ്സിലോട്ടൊക്കെ പോയി കഴിയുമ്പോൾ പിന്നീട് അവർക്ക് പഠിക്കണമെന്ന് വിചാരിച്ചാൽ അത് നടക്കത്തില്ല. അതുകൊണ്ട് ഈ ചെറുപ്രായത്തിൽ നമ്മൾ എത്ര കുഞ്ഞുങ്ങളെ എത്രമാത്രം അവരെ ദൈവഭയത്തിൽ വളർത്തുന്നോ, എത്രമാത്രം വചനം പഠിക്കുന്നതിനും ബൈബിൾ പഠിക്കുന്നതിനും ദൈവിക പാതയിൽ കൂടെ അവരെ കൊണ്ടുവരുന്നതിന് നമ്മൾ ശ്രമിക്കുമോ, അപ്പോൾ മാത്രമേ സാധിക്കത്തുള്ളൂ. കാരണം ഈ പ്രായം വിട്ടു കഴിഞ്ഞാൽ പിന്നെ വളരെ പ്രയാസം. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ കുഞ്ഞുങ്ങൾ കുറച്ചുകൂടെ ഭാഗ്യമുള്ള കുഞ്ഞുങ്ങളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? എല്ലാം നല്ലവണ്ണം വളരെ ചെറിയൊരു സഭയാണ്. ഇന്ന് പല നാട്ടിലൊക്കെ പല വലിയ ഒരുപാട് അംഗസംഖ്യകളുള്ള ഫാമിലികളുള്ള സഭകളിൽ പോലും വളരെ കുറച്ച് കുഞ്ഞുങ്ങളെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. എന്നാൽ ഇവിടെ ചെറിയ കുടുംബമാണെങ്കിലും കുറച്ച് ഫാമിലി ഉണ്ടെങ്കിലും നമുക്ക് ഒരുപാട് കുഞ്ഞുങ്ങൾ നമുക്കിവിടെ ഉണ്ട്. അവരെല്ലാം ശരിയായ നല്ലവണ്ണം വചനം പഠിക്കുകയും അവർ ചെറുപ്രായം മുതൽ പ്രാർത്ഥിക്കാനും പഠിക്കാനും ഒക്കെ വളർന്നു വരുന്നത്. അതിനുവേണ്ടി മാതാപിതാക്കളും പ്രത്യേകിച്ച് പാസ്റ്ററൊക്കെ എടുക്കുന്ന ആ ഒരു താല്പര്യം തീർച്ചയായിട്ടും വളരെയധികം അഭിനന്ദിക്കേണ്ടതാകുന്നു എന്നുള്ളത് യാതൊരു സംശയമില്ല. ഇന്ന് ഞാൻ പ്രത്യേകിച്ച് ഈ ഇടയ്ക്ക് നിങ്ങൾ പ്രെയർ കോർണറൊക്കെ ആരംഭിച്ചപ്പോൾ അത് വളരെ നല്ലൊരു പോസിറ്റീവ് ആയിട്ട് എനിക്ക് തോന്നി. കുഞ്ഞുങ്ങൾ രാവിലെ എണ്ണിക്കുന്ന ഉടനെ തന്നെ ആ പ്രെയർ കോർണറിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ ഓരോ ദിവസം ആരംഭിക്കുന്നതിനും അങ്ങനെ ഒരു പരിശീലനത്തിൻ്റെ വഴിയിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നതിൽ നിങ്ങൾ കാണിക്കുന്ന ശുഷ്കാന്തിയെ ഞാൻ വളരെയധികം അഭിനന്ദിക്കുന്നു. അതുകൊണ്ട് ഇത് തുടർന്ന് നിങ്ങളെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് യു ആർ ഓൾ ബ്ലെസ്സഡ് ചിൽഡ്രൻ, യു ഹാവ് ഓൾ ബ്ലെസ്സഡ് പാരൻസ്, അല്ലേ?
നല്ല ഒരു സഭയുണ്ട്, നല്ല പാരൻസ് നിങ്ങൾക്കുണ്ട്. അവർ നിങ്ങൾക്ക് ചെറുപ്രായം മുതൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ അവർ പറയുന്നത് നമ്മൾ കേട്ട് അനുസരിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നമുക്കെല്ലാം ദൈവം വളരെ നല്ല ഒരു ഭാവി തരുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് പറയുന്നത്. പക്ഷേ ഈ ചെറുപ്രായത്തിൽ നമ്മൾ അവരെ വേണ്ട രീതിയിൽ അഭ്യസിപ്പിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിന് കൂടുതലായിട്ട് ദുഃഖിക്കേണ്ടതായിട്ട് വരും. ഇന്ന് അതുകൊണ്ടാണ് പറയുന്നത്, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. ഇന്ന് ബൈബിൾ പഠിപ്പിക്കുന്ന നമുക്ക് രണ്ട് വഴികളിൽ കൂടെ നടക്കാൻ സാധിക്കും അല്ല. ഒന്ന് ലോകത്തിൻ്റെ വഴി, മറ്റൊന്ന് ദൈവത്തിൻ്റെ വഴി. ഇന്ന് നമുക്ക് ഏതെങ്കിലും ഈ ഒരു വഴിയിൽ കൂടെ പോകാൻ സാധിക്കത്തുള്ളൂ അല്ലേ. ഒന്നുകിൽ ലോകത്തിൻ്റെ വഴി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വഴി അല്ലേ. എന്നാൽ നമ്മൾ ഈ ലോകത്തിൻ്റെ വഴിയെ കൂടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് എപ്പോഴും നമുക്ക് ലൗകികമായ ചിന്തകളാണ്. ലൗകികമായിട്ട് നമുക്ക് വലുതാകണം, നമുക്ക് പണം സമ്പാദിക്കണം, അങ്ങനെ നല്ല പൊസിഷനിൽ വരണം, അതൊക്കെയാണ് നമ്മുടെ ചിന്ത. അതിനുവേണ്ടി ഏത് മാർഗ്ഗങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കും. ഇന്ന് പല പാരൻസിനും കുഞ്ഞുങ്ങളെ വളർത്തുന്നത് അവരെ സംബന്ധിച്ചോളം കുഞ്ഞുങ്ങൾക്ക് നല്ല മാക്സിമം മാർക്ക് കിട്ടണം അല്ലേ, നല്ല വിജയം കിട്ടണം. പണ്ടൊക്കെ ആണെങ്കിൽ ഒരു 60% എബോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല മാർക്കാണ് അല്ലേ. അത് കഴിഞ്ഞാൽ അത് 60 പോയി, 70 പോയി, പിന്നെ 80% മുകളിലായി, ഇപ്പം 90, ഇപ്പം 90 പോരാ, 95 മുകളിൽ പോയാലേ നമുക്ക് വല്ല നല്ല സ്കൂളുകളിൽ അഡ്മിഷൻ കിട്ടുമെന്നുള്ള ഒരവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ പലപ്പോഴും കുഞ്ഞുങ്ങളെ ആ പഠനത്തിൽ നിന്ന് നമ്മൾ മറ്റുള്ള ആത്മീയ കാര്യങ്ങളിൽ നമ്മൾ പലപ്പോഴും പിന്നോട്ട് പോകാറുണ്ടല്ലേ. ഇന്ന് പല സ്ഥലങ്ങളിലും നാട്ടിലൊക്കെ ഈ ട്യൂഷനൊക്കെ കൂടുതലും നടക്കുന്നത് ഈ സൺഡേയിലാണ്. കാരണം അന്നാണ് അവർക്ക് അവധിയുള്ളത്. അപ്പം ഈ സൺഡേ ആയി കഴിയുമ്പോൾ ഇവിടെ ട്യൂഷന് പോകുമോ അത് പള്ളിയിൽ പോകുമോ, ട്യൂഷന് പോയില്ലെങ്കിൽ അവിടെ മാർക്ക് കുറയും അല്ലേ. അപ്പം അങ്ങനെ പല കുഞ്ഞുങ്ങളും പള്ളി ആരാധന അല്ലെങ്കിൽ ആരാധനയിൽ പങ്കെടുക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ പോകുന്നതിനേക്കാൾ പ്രാധാന്യം ഈ ലൗകിക കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ മാർക്ക് കൂടുതൽ വാങ്ങുന്നതിന് വേണ്ടിയുള്ള ഉത്സാഹത്തിൽ അതിനുവേണ്ടി അതിന് മാതാപിതാക്കളും അവരെ അങ്ങനെ ഉത്സാഹിപ്പിക്കുന്നു. അത് തീർച്ചയായിട്ടും നമ്മൾ എത്ര മാർക്ക് വാങ്ങിച്ചു എന്നുള്ളതല്ല കാര്യം. പിന്നെയോ നമ്മുടെ ജീവിതം ഒരു ദൈവിക വഴിയിൽ കൂടെ ഒരു ദൈവിക ജീവിതം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ലൗകികമായിട്ട് നമ്മൾ എന്ത് നേടിയാലും അതെല്ലാം വ്യർത്ഥമാകുന്നു അല്ലേ. അങ്ങനെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ ദുർമാർഗങ്ങളിലേക്ക് തിരിഞ്ഞാൽ പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ പ്രാധാന്യം എന്താണെന്നുള്ളത് ശരിക്കും ചെറുപ്രായം മുതൽ പഠിച്ചു വരണം. നമ്മൾ ഒരുപാട് ധനം സമ്പാദിക്കുന്നതൊന്നുമല്ല വലിയ കാര്യം. സദൃശവാക്യങ്ങൾ 16:8 ഇങ്ങനെ വായിക്കുന്നു: ന്യായരഹിതമായ വലിയ വരവിനേക്കാൾ നീതിയോടെയുള്ള അല്പം നല്ലത്. ന്യായരഹിതമായിട്ട് നമ്മൾ ഒരുപാട് പണം സമ്പാദിച്ചാലും അതിനേക്കാളൊക്കെ ഏറ്റവും നല്ലത് നമ്മൾ നേരായ മാർഗത്തിൽ കൂടെ അല്പം സമ്പാദിക്കുന്നത് നല്ലത് എന്ന് നാം കാണുന്നു. അതെന്തുകൊണ്ടാകുന്നു? സദൃശവാക്യങ്ങൾ 13:11 ഇങ്ങനെ പറയുന്നു: അന്യായമായി സമ്പാദിച്ച ധനം കുറഞ്ഞു പോകും. ന്യായമായിട്ടാണ് നമ്മൾ നേരായ വഴിയിൽ കൂടെ അല്ല നമ്മൾ സമ്പാദിക്കുന്നതെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. അത് കുറഞ്ഞു പോകും. അധ്വാനിച്ച് സമ്പാദിക്കുന്നതോ വർദ്ധിച്ച് വരും. ഇന്ന് നാം സ്കൂളുകളിലൊക്കെ പ്രത്യേകിച്ച് ഈ കുട്ടികളുടെ ഇടയിലാകുന്നു. ഇന്ന് കുട്ടികളെ പല വിധത്തിൽ ഇവർ ചൂഷണം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഈ ഡ്രഗ്സ് മാഫിയൊക്കെ അവരെ അതിൻ്റെ മയക്കുമരുന്നിൻ്റെ ക്യാരിയേഴ്സൊക്കെ ആയിട്ട് ഉപയോഗിച്ച് അവർക്ക് പണമൊക്കെ കൊടുക്കുന്നു. ചെറുപ്രായം മുതൽ പിള്ളേർ വിചാരിക്കും വളരെ ചെറുപ്രായത്തിൽ അവർക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ധാരാളം പണം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെയുള്ള മാർഗങ്ങളിൽ കൂടെയൊക്കെ പോകും. പക്ഷേ അതിൻ്റെ അവസാനം എന്താകുന്നു? അത് നാശകരമായിട്ട് തീരും. അവരുടെ ജീവിതത്തിൽ ഏറ്റവും നാശകരമായ ഒരവസ്ഥയിലേക്ക് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് അവരുടെ ജീവിതം നശിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സദൃശവാക്യങ്ങൾ 14:11 ഇങ്ങനെ പറയുന്നു: ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിൻ്റെ അവസാനമോ മരണവഴികൾ അത്രയും.
അതുകൊണ്ട് പ്രിയമുള്ളവർ, നമുക്ക് തോന്നും ഇങ്ങനെ പോയാൽ നമുക്ക് കൂടുതൽ മാർക്ക് വാങ്ങിക്കാം, കൂടുതൽ കോപ്പി അടിച്ചൊക്കെ മാർക്ക് എടുക്കുന്ന പിള്ളേരുണ്ട് അല്ലേ. അതൊക്കെ നമുക്ക് കൂടുതൽ മാർക്ക് നമ്മൾ തെറ്റായ രീതിയിൽ കൂടെ കൂടുതൽ പെട്ടെന്ന് ഇത് പണം സമ്പാദിക്കുന്നതിന് ഒക്കെ നമ്മൾ പോകുമ്പോൾ അത് അവസാനം മരണ വഴിയിൽ ചെന്ന് ചേരുമെന്നുള്ള യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ലോകത്തിൻ്റെ വഴിയിൽ അവർ പോകാതിരിക്കണമെങ്കിൽ നാം ഈ വാക്യത്തിൽ പറയുന്ന പോലെ ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കണം. എന്താകുന്നു നടക്കേണ്ടുന്ന വഴി? ദൈവത്തിൻ്റെ വഴി എന്നാൽ എന്താണ്? അത് നമ്മൾ ലോകത്തിൻ്റെ വഴിയെക്കുറിച്ചാണ് ചിന്തിച്ചത്. ലോകത്തിൻ്റെ വഴിയിൽ പോകുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, അവർക്ക് വേറെ ഒന്നുമില്ല അല്ലേ. അവർക്ക് ഏത് രീതിയിലും അവർ മാക്സിമം പണം ഉണ്ടാക്കുക, ഏറ്റവും മാർഗം എന്തായാലും അവർക്ക് പ്രശ്നമല്ല അല്ലേ. അവരെ സംബന്ധിച്ചിടത്തോളം അത് ലോകത്തിൻ്റെ വഴി, അത് ഒരിക്കലും നമുക്ക് ശാശ്വതമല്ല. അതുകൊണ്ട് നാം ദൈവത്തിൻ്റെ വഴിയിൽ നാം തിരിയണം. എന്താകുന്നു ദൈവത്തിൻ്റെ വഴി? സങ്കീർത്തനം 25:4 ദാവീദ് ഇങ്ങനെ പറയുന്നു, യഹോവേ നിൻ്റെ വഴി എന്നെ അറിയിക്കണമേ, നിൻ്റെ പാതകളെ എനിക്ക് ഉപദേശിച്ച് തരണമേ. അപ്പോൾ എങ്ങനെയാകുന്നു ദൈവത്തിൻ്റെ വഴിയിൽ നമ്മൾ നടക്കേണ്ടത് എന്നുള്ളത് നമ്മൾ കാണുന്നു. 25-ാം അധ്യായം 4-ാം വാക്യം. ഓക്കെ അതുപോലെ തന്നെ മറ്റൊരു വാക്യത്തിൽ 24-3-4 ഏതാ? ശരി, ഓക്കെ, അതല്ല വേട്ടെ. അപ്പോൾ മറ്റൊരു വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിൻ്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. അപ്പോൾ ഒരു നിർമ്മലമായിട്ടുള്ള ഒരു വചനം, ശരിയായ രീതിയിൽ കൂടെ ബാലൻ നടക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ വചനം നമ്മളുടെ ഹൃദയത്തിൽ സംരക്ഷിക്കണം. അത് 119-ാം സങ്കീർത്തനമാണെന്ന് തോന്നുന്നു. ഓക്കെ, 119:9 ബാലൻ തൻ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിൻ്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ, ആ വചനപ്രകാരം നമ്മൾ ജീവിക്കുമ്പോൾ, ആ വചനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു തെറ്റായ പാതയിലേക്ക് പോകുന്നതിന് സാധിക്കത്തില്ല അല്ലേ. അപ്പോൾ 119-ന്റെ ഒന്നാം വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്, അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ വചനം അറിയണം, വചനം പഠിക്കണം. യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ. അപ്പോൾ ആ നടപ്പിൽ നിഷ്കളങ്കമായിട്ട് ജീവിക്കണമെങ്കിൽ നമ്മൾ വചനം പഠിക്കണം. 2-ാം വാക്യം 119:2 കാണുന്നു, ദൈവകൽപ്പന അനുസരിക്കണം. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തിൻ്റെ വചനങ്ങളെ. 3-ാം വാക്യം. അപ്പോൾ ഓക്കെ, അപ്പോൾ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കണമെങ്കിൽ എന്തോ ആദ്യം നാം ദൈവത്തെ അന്വേഷിക്കണം, ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മൾ പഠിക്കണം, അത് നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. അത് ഞാൻ 10-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ അന്വേഷിക്കുന്നു, നിൻ്റെ കൽപ്പനകൾ വിട്ടുമാറുവാൻ എനിക്ക് ഇടവരരുത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മൾ പഠിക്കണം, ദൈവത്തെ അന്വേഷിക്കണം, ദൈവത്തിൻ്റെ വചനങ്ങൾ പഠിക്കണം. അത് പഠിച്ചാൽ മാത്രം പോരാ, അത് പ്രമാണിക്കണം, അത് അനുസരിക്കണം, അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം, അത് നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് പാപമില്ലാതെ ജീവിക്കാൻ സാധിക്കത്തുള്ളൂ. 11-ാം വാക്യത്തിൽ, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കണതിന് നിൻ്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. അപ്പം ദൈവവചനം നമ്മൾ ചെറുപ്രായം മുതൽ ഇപ്പം പിള്ളേരൊക്കെ ഒരുപാട് വചനം പഠിച്ച്, എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ പഠിക്കുന്ന ഈ ഓരോ വേഴ്സസും അതിന് വേണ്ടി നിങ്ങളൊരു പ്രത്യേക ഒരു ബുക്ക് എടുത്തിട്ട് അതിൽ ആ വേഴ്സസ് ഓരോന്ന് പലപ്പോഴും നമ്മൾ ഇന്ന് പഠിച്ച വാക്യം അടുത്ത ആഴ്ച മറന്നു അല്ലേ, അല്ലെങ്കിൽ ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് ആ വാക്യം പറഞ്ഞാൽ നമുക്ക് ഓർക്കുമോ. അപ്പോൾ പഠിക്കുന്ന വചനങ്ങൾ എപ്പോഴും നമ്മൾ അത് നമ്മൾ റിവൈസ് ചെയ്യണം, നമ്മൾ ഓർമ്മ വരണം. പിന്നെ കാണാതെ നമ്മുടെ മനസ്സിനകത്തിരിക്കുമ്പോൾ ഒരു തെറ്റിലേക്ക് നമ്മൾ പോകുമ്പോൾ അത് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കും, അയ്യോ അത് ഇങ്ങനെയാണ്, നമ്മളത് ചെയ്യാൻ പാടില്ല, കുല ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസത്യം പറയരുത്, വ്യഭിചാരം ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് വാക്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു വ്യക്തിക്ക് ആ ഒരു പ്രവൃത്തി ചെയ്യാൻ സാധിക്കത്തില്ല അല്ലേ. അതുകൊണ്ട് നമ്മളുടെ വചനം നമ്മൾ അന്വേഷിക്കണം, അത് പഠിക്കണം, ഹൃദയത്തിൽ സംഗ്രഹിക്കണം, എന്നിട്ട്
അപ്പോഴാകുന്നു നാം പാപം ചെയ്യുന്നതിൽ നിന്നും വചനം നമ്മെ പിന്മാറ്റുന്നത്. 119 15 വാക്യം, ഞാൻ നിൻ്റെ പ്രമാണങ്ങളെ ധ്യാനിക്കുകയും വഴികളെ സൂക്ഷിക്കുകയും ചെയ്യും. അതുകൊണ്ട് പ്രിയമുള്ളവരെയും നാം വചനം പഠിക്കണം. അറിഞ്ഞാൽ മാത്രം പോരാ. ആ ദാവീദ് സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ, ഞാൻ നിൻ്റെ പ്രമാണങ്ങളെ ധ്യാനിക്കുകയും വഴികളെ സൂക്ഷിക്കുകയും ചെയ്യുമെന്നുള്ള ഒരു ഉറപ്പും ഒരു ബോധ്യവും നമുക്ക് വേണം. എന്നാൽ മാത്രമേ നമുക്ക് അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കത്തുള്ളൂ. ദൈവത്തിൻ്റെ വചനം പഠിക്കുകയും അത് ഹൃദയത്തിൽ ധ്യാനിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ നമ്മൾ നടക്കേണ്ടുന്ന വഴി എന്താകുന്നുവെന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തി തരും. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ബൈബിൾ പറയുന്ന 2 വിധത്തിൽ ഒരു വ്യക്തിക്കും നടക്കാം. ഒന്ന് ലോകത്തിൻ്റെ വഴി, മറ്റൊന്ന് ദൈവത്തിൻ്റെ വഴി. ദൈവത്തിൻ്റെ വഴിയിൽ നേരാമണ്ണം അല്ലെങ്കിൽ നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നാം ദൈവത്തിൻ്റെ വചനം പഠിക്കണം, അത് ഹൃദയത്തിൽ സംഗ്രഹിക്കണം, അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അപ്പോൾ നാം ആ വചനങ്ങൾ നമ്മെ പാപം ചെയ്യുന്നതിൽ നിന്നും നമ്മെ പിന്തിരിപ്പിക്കും. സദൃശവാക്യം 1:8 ഇങ്ങനെയാണ്, അതുകൊണ്ട് മകനെ അപ്പൻ്റെ പ്രബോധനം കേൾക്കുക, അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുകയും അരുത്. അതുകൊണ്ട് മക്കൾ, അതായത് കുഞ്ഞുങ്ങൾ, നമ്മുടെ പാരൻസ് നമുക്ക് ഓരോന്ന് പറഞ്ഞു തരുന്നത് എന്തിനു വേണ്ടിയാണ്? ഇങ്ങനെ നമ്മളെല്ലാവരും നല്ല പാതയിൽ കൂടെ നടക്കും. നമ്മൾ വലുതായി വരുമ്പോൾ നല്ല വ്യക്തികളായിട്ട് തീരുന്നതിന് വേണ്ടിയാണ് കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ ഉപദേശിക്കുന്നത്. ചിലപ്പോൾ അവർ ചെറിയ അടിയൊക്കെ തന്നിരിക്കും, വഴക്കൊക്കെ പറഞ്ഞു തന്നിരിക്കും. എന്നാലും അതെന്തിനു വേണ്ടി? നമ്മുടെ നന്മയ്ക്ക് വേണ്ടി. നമ്മളെല്ലാവരും എന്ത് ചെയ്യണം? ഈ മാതാപിതാക്കളെ അനുസരിച്ച്, അതുപോലെ മാതാപിതാക്കളും കുഞ്ഞുങ്ങൾക്ക് മാതൃകയായ മാതാപിതാക്കളായിട്ട് തീരണം. എന്നാൽ മാത്രമേ കുഞ്ഞുങ്ങളും ദൈവപാതയിൽ കൂടെ വളർന്നു വരികയുള്ളൂ. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ കൂടെ വായിച്ച് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാമെന്ന് ആഗ്രഹിക്കാം. അവിടെ 1-ാം വാക്യം എന്താ പറയുന്നത്? മക്കളെ, നിങ്ങളുടെ എഫെസ്യർ 6:1-4, മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ, അത് ന്യായമല്ലോ. നിനക്ക് നന്മയുണ്ടാകുവാനും ഓക്കെ, നമ്മൾ അപ്പനെയും അമ്മയും ബഹുമാനിക്കുമ്പോൾ എന്തുവാ കിട്ടുന്നത്? നമുക്ക് ദൈവം എല്ലാ നന്മകളും നമുക്ക് തരും. അത് മാത്രമല്ല, യു വിൽ ഗെറ്റ് എ ലോങ് ലൈഫ്, അല്ലേ? ഭൂമിയിൽ ദീർഘായുസ്സോടെ, അല്ലേ? ദീർഘായുസ്സിരിക്കാനും നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക, അത് വാഗ്ദത്തത്തോടു കൂടിയ ആദ്യ കൽപ്പന ആകുന്നു. അതുപോലെ പിതാക്കന്മാർക്കും പൗലോസ് അപ്പോസ്തലൻ ഒരു ഉപദേശം തരുന്നു. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും പോറ്റി വളർത്തുവിൻ. അപ്പം കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് കോപം വരത്തക്ക വിധത്തിൽ നമ്മൾ അവരെ ശിക്ഷിക്കരുത്, ശാസിക്കരുത്. അവരെ ഒരു സ്നേഹത്തിൽ കൂടെ, അല്ലേ, മയത്തിൽ അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കർത്താവിൻ്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും പോറ്റി വളർത്തണം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾ ശരിയായി, നമ്മൾ ഈ വാക്യത്തിൽ വായിച്ചതുപോലെ അവൻ നടക്കേണ്ടുന്ന വഴിയിൽ അവൻ നടക്കും. വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. അതിന് നമ്മെ തന്നെ, അതുകൊണ്ട് ദൈവകരങ്ങൾ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കുക. ദൈവത്തിൻ്റെ വഴികളെ നമ്മൾ, ഈ സങ്കീർത്തനക്കാരൻ പറഞ്ഞ പോലെ, നിൻ്റെ വഴികളെ എനിക്ക് കാണിച്ചു തരണമേ എന്നും നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ദൈവകരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് വചനത്തെ നമ്മൾ മുറുകെ പിടിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കും. അതുകൊണ്ട് നമ്മെ തന്നെ ദൈവകരങ്ങൾ സമർപ്പിച്ചു കൊടുക്കാം. ദൈവത്തിൻ്റെ വഴികളെ ഞങ്ങളെ പഠിപ്പിക്കണമെന്ന് പാടാം. ഒരു പാട്ടിൻ്റെ 2 വരി, നിൻ്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിടണമേ എന്നുള്ള പാട്ട്. നിൻ്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിടണമേ, എൻ്റെ ഹിതം പോലെ അല്ലേ എൻ പിതാവേ എന്നെ പോവേ, നിൻ്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിടണമേ, നേരു നീരാം വഴിയോ നീണ്ട നടയോ കുരുതോ പാരം
ഭാഗ്യങ്ങളോ നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. ഏതു ഗുണമെന്നറിവാൻ ഇല്ല ജ്ഞാനം എന്നെ നാഥാ. നിന്തിരുനാമം നിമിത്തം നീതിമാർഗ്ഗത്തിൽ തിരിച്ചു നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. ഏതാണ് ശരിയായ വഴിയെന്നുള്ള അറിയുന്നതിനുള്ള ജ്ഞാനം നമുക്കില്ല. അതിന് ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. കർത്താവേ, ഞങ്ങൾ നടക്കേണ്ട വഴി ഞങ്ങൾക്ക് കാണിച്ചു തരണമേ, ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ, നമ്മെ തന്നെ ദൈവങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചെറുപ്രായം മുതൽ നമ്മുടെ വചനങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് അത് നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ ആ വചനങ്ങൾ നമ്മളെ പാപത്തിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കും. അപ്പോൾ ഒരിക്കലും നമ്മൾ ലോകത്തിൻ്റെ വഴിയെ പോകാൻ നമുക്കിടയാകത്തില്ല. ദൈവത്തിൻ്റെ വഴിയിൽ കൊണ്ട് നടക്കുന്നതിനും അതുമൂലം ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യയിൽ പ്രവേശിക്കുന്നതിനും നമുക്ക് ഓരോരുത്തർക്ക് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നിങ്ങളെവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.